ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ മുഴുവൻ നഗരങ്ങളിലെയും ക്യാമറ ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചാരസംഘടന ചോർത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനെ ഞെട്ടിച്ച സ്പൈ വർക്ക് നടന്നിരിക്കുന്നു. ഇസ്രായേലിന്റെ മൊസാദും അമേരിക്കയുടെ CIA-യും ഇറാനിലെ മുഴുവൻ മുനിസിപ്പൽ ക്യാമറകളുടെയും ദൃശ്യങ്ങൾ ചോർത്തി എന്ന് ഇറാൻ തന്നെയാണ് സമ്മതിക്കുന്നത്. ഇറാന്റെ മുനിസിപ്പൽ കൗൺസിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ ടെക്നോളജി പൂർണ്ണമായി ഉപേക്ഷിക്കാനും ആഭ്യന്തര സാങ്കേതിക വിദ്യ പ്രാവർത്തികമാക്കാനുമാണ് ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശം. റിലയൻസ് അടക്കമുള്ള ഇന്ത്യൻ കമ്പനികളുടെ ടെക്നോളജി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിദേശ രാജ്യങ്ങളുടെ കോഡുകളാണ് ഈ ഇറാനിലെ ലാബുകളിൽ കണ്ടെത്തിയിരിക്കുന്ന ലാബുകളിലെ നെറ്റ്വർക്കിംഗ് സിസ്റ്റങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്തെ 1300-ലധികം വരുന്ന നഗരഹൃദയങ്ങളുടെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് അവ ശേഖരിക്കുന്ന പ്രധാനപ്പെട്ട ലാബിലാണ് ഈ ചോർത്തലിന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ പുറത്തേക്കുള്ള നെറ്റ്വർക്കുകളിലൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് ചോർത്തപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴാണ് ഇറാൻ ഭരണകൂടം തിരിച്ചറിയുന്നത്. ഇതിന് പിന്നിൽ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയുമായി ഇസ്രായേലും അമേരിക്കയുമാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചാരന്മാർ അതാത് സമയം ഇറാനിനുള്ളിൽ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ, ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇറാനിന്റെ പരമോന്നത നേതാവ് ഒക്കെ യാത്ര ചെയ്യുന്ന പ്രധാനപ്പെട്ട പാതകളുടെ എല്ലാ ദൃശ്യങ്ങളും അപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചാരന്മാർ ചോർത്തിയെടുത്തിരിക്കുന്നു. ഒരു വമ്പൻ തുടർ ചാവേറാക്രമണം ഇറാനിലുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്ന് ഇറാൻ ഭരണകൂടം സംശയിക്കുന്നു. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഖമേനിയെ അടക്കം വധിക്കാനുള്ള വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ വിവരങ്ങൾ ചോർത്തൽ, ഈ ക്യാമറ ദൃശ്യങ്ങൾ ചോർത്തൽ. അതുകൊണ്ട് തന്നെ ഈ വിദേശ ടെക്നോളജിയെ പൂർണ്ണമായും തള്ളിക്കളയാനും ഇറാന്റെ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കാനുമുള്ള കർശന നിർദ്ദേശങ്ങൾ ഇറാൻ ഭരണകൂടം നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്യാമറകളുടെ ഫീഡുകൾ വിദേശ രാജ്യങ്ങളിലെ മറ്റ് സെർവറുകളിലേക്ക് ഡൈവേർട്ട് ചെയ്തു. അവ വകമാറ്റിക്കൊടുത്തു. ഈ ക്യാമറ ഫീഡുകൾ എന്ന് പറയുമ്പോൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ, അവയുടെ മറ്റ് കാര്യങ്ങൾ ഒക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലെ സെർവറുകളിലേക്കാണ് ഫീഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു വലിയ ചാരപ്രവർത്തനമാണ് എന്ന് ഇറാൻ സംശയിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ശത്രുവാണ്. അത് മറ്റാരുമല്ല, അത് ഇസ്രായേൽ തന്നെയാണ്. ക്യാമറ ലിങ്കുകളിലേക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായി എന്ന് ഇറാൻ സംശയിക്കുന്നു. ഇറാനിലെ സാങ്കേതിക വിദഗ്ധർ അത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ടെഹ്റാന്റെ മുനിസിപ്പൽ കൗൺസിൽ വലിയ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ആഭ്യന്തരപരമായ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. മുനിസിപ്പൽ ക്യാമറകളുടെ ഇമേജുകൾ, മുനിസിപ്പൽ ക്യാമറകൾ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. IP അഡ്രസ്സുകൾ ഫോറിൻ സെർവറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ, പ്രധാനപ്പെട്ട നഗരങ്ങളുടെ ഒക്കെ തന്നെ സെക്യൂരിറ്റി ദൃശ്യങ്ങളാണ് ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ ചോർത്തിയെടുത്തിട്ടുള്ളത്. ഇറാന്റെ മേജർ ജനറൽ തന്നെയാണ് ഇപ്പോൾ അതീവ ഗൗരവമുള്ള ഈ വിഷയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പാളിച്ച ഇനി തുടർന്നു പോകാൻ അനുവദിക്കാൻ കഴിയില്ല എന്നും ഇറാനിനുള്ളിലുള്ള ഏറ്റവും സുപ്രധാനമായ ദൃശ്യങ്ങൾ പുറത്തു പോകാതെ ഇനിയും സംരക്ഷിക്കണമെന്നും അതിന് ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്നും ഇറാന്റെ സെക്യൂരിറ്റി കൗൺസിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൂടി അധ്യക്ഷനായിട്ടുള്ള സെക്യൂരിറ്റി കൗൺസിലാണ് ഇറാന്റെ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇറാൻ ഭയക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇറാന്റെ ആഭ്യന്തര സുരക്ഷ അപകടത്തിലാണെന്ന് ഇറാൻ തന്നെ വിളിച്ചു പറയുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളുടെ ദൃശ്യങ്ങൾ, ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ, ഇറാന്റെ ദേശീയ പാതകളുടെ ദൃശ്യങ്ങൾ, ഇറാനിലൂടെ ഇറാന്റെ പാതകളിലൂടെ കടന്നു പോകുന്ന പ്രമുഖന്മാരുടെ ദൃശ്യങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ പാസ് ചെയ്തിരിക്കുന്നു. അത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു. സൈബർ അറ്റാക്ക് നടന്നിരിക്കുന്നു. ഈ സെക്യൂരിറ്റി ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ
അത് വിദേശ രാജ്യങ്ങളിലെ IP അഡ്രസ്സുകളിലേക്ക് ഡൈവേർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ ഒരു ചാരപ്രവർത്തനം ഇറാനിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് ഇറാൻ ഭരണകൂടം തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. ഇതിന് പിന്നിൽ മറ്റാരുമല്ല, മൊസാദാണെന്ന് ഉറപ്പിച്ച് പറയാം. നമുക്കറിയാം, കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഇറാനിലേക്ക് കടന്നത് 100-ലധികം മൊസാദിന്റെ ചാരന്മാരാണ്. എന്നിട്ടവർ ചെയ്തതോ ഇറാന്റെ തിരിച്ചടിക്കാൻ ഉള്ള ശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കി. അതായത് ഇറാനിലേക്ക് ഒരു ആക്രമണം ആരെങ്കിലും നടത്തിയാൽ ഇറാന്റെ തിരിച്ചടിക്കൊരു ശേഷിയുണ്ടല്ലോ, ഇറാന്റെ ആയുധപ്പുരകൾ, ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾ, ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ, ഇറാന്റെ സൈനിക വിമാനങ്ങൾ, ഇറാന്റെ മിസൈലുകൾ ഇവയൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും ഇല്ലാതാക്കി. അവിടെയും ഒരു വലിയ സൈബർ അറ്റാക്ക്, ഒരു ചാരപ്രവർത്തനം മൊസാദിന്റെ ചാരന്മാർ നടത്തി. അങ്ങനെ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു. തിരിച്ചടിക്കാൻ ഒരു പൊട്ടാസ് പോലും പൊട്ടിക്കാൻ കഴിവില്ലാതെ ഇറാൻ നിന്ന് വിയർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 10 ദിവസം ഇസ്രായേലിന്റെ സേന ഇറാനിലേക്ക് യഥേഷ്ടം ബോംബാക്രമണം നടത്തി. തിരിച്ചൊരു ചെറിയ മിസൈൽ അയക്കാൻ പോലും ഇറാന് കഴിഞ്ഞില്ല. അതാണ് ഇസ്രായേലിന്റെ കരുത്ത്. അതിന് സമാനമായ ഒരു ആക്രമണം, സൈബർ അറ്റാക്ക് ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളുടെ ഫോട്ടോകൾ മുഴുവൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലഭിച്ചിരിക്കുന്നു. ഇറാന്റെ സെക്യൂരിറ്റി നെറ്റ്വർക്ക് അവർ ഹാക്ക് ചെയ്തിരിക്കുന്നു. ഇറാന്റെ സെക്യൂരിറ്റി ലാബിൽ വിദേശ രാജ്യങ്ങളുടെ കോഡുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ ലാബിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഈ തന്ത്രപ്രധാന മേഖലകളുടെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തിട്ടുള്ള ക്യാമറകൾക്ക് വിദേശ IP അഡ്രസ്സുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലഭിച്ചിരിക്കുന്നു. ഭയന്ന് വിറയ്ക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം. ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനെയും ഒക്കെ ഒളിയിടങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. പാതാളങ്ങളിൽ ഒളിപ്പിച്ചെങ്കിലും ഈ നേതാക്കന്മാരെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കരങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഇറാൻ നിലവിളിക്കുകയാണ്. ഇറാന്റെ എല്ലാം വെളിച്ചത്തായിരിക്കുന്നു. ഇറാന്റെ ഉള്ളറകളെല്ലാം ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. ഇറാന്റെ അതീവ നിഗൂഢമായ രഹസ്യങ്ങൾ ഇസ്രായേലിന്റെ പക്കൽ എത്തിയിരിക്കുന്നു. ആ രഹസ്യങ്ങൾ വെച്ചുള്ള കളിയായിരിക്കും ഇനി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലും ഇസ്രായേൽ നടത്തുക. ഈ ലാബിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഈ തന്ത്രപ്രധാന മേഖലകളുടെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തിട്ടുള്ള ക്യാമറകൾക്ക് വിദേശ IP അഡ്രസ്സുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലഭിച്ചിരിക്കുന്നു. ഭയന്ന് വിറയ്ക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം. ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനെയും ഒക്കെ ഒളിയിടങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. പാതാളങ്ങളിൽ ഒളിപ്പിച്ചെങ്കിലും ഈ നേതാക്കന്മാരെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കരങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഇറാൻ നിലവിളിക്കുകയാണ്. ഇറാന്റെ എല്ലാം വെളിച്ചത്തായിരിക്കുന്നു. ഇറാന്റെ ഉള്ളറകളെല്ലാം ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. ഇറാന്റെ അതീവ നിഗൂഢമായ രഹസ്യങ്ങൾ ഇസ്രായേലിന്റെ പക്കൽ എത്തിയിരിക്കുന്നു. ആ രഹസ്യങ്ങൾ വെച്ചുള്ള കളിയായിരിക്കും ഇനി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലും ഇസ്രായേൽ നടത്തുക.